ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസാനം നമ്മൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വാരണാസി ഓഫ് സൗത്ത് എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ എന്ന പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെട്ടു. കഴിഞ്ഞ വർഷം മമ്മി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വരണമെന്ന്. പക്ഷേ ചില സാഹചര്യങ്ങൾ മമ്മിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വണ്ടി എടുത്തിട്ട് ഇത്തവണ നേരെ നമ്മൾ കൊട്ടിയൂർക്ക് വിട്ടത്. ഞങ്ങളെത്തിയത് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്ന ലാസ്റ്റ് ഡേ ആയിരുന്നു. ഒരു ഫ്രൈഡേ നൈറ്റ്. ഇത് സാറ്റർഡേ ഉച്ച വരെ 12 മണി വരെ മാത്രമേ പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഈ ദക്ഷിണ കാശി അല്ലെങ്കിൽ വാരണാസി ഓഫ് സൗത്ത് എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ഇത്രയധികം ഫേമസ് ആവാന്ന് പറയുന്നത് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. കഴിഞ്ഞ 2-3 വർഷം മുന്നേ ഒരു കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ പുള്ളിക്കാരൻ വന്നു, കുറേ യൂട്യൂബേഴ്സ് വന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. അതോടുകൂടി ഒരുപാട് പേർ അറിയപ്പെടാൻ തുടങ്ങി. അതോടുകൂടി ഈ സ്ഥലത്തിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ വ്യാപിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നു. ഇപ്പോൾ ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു, ഓ വിഷ്ണു നിനക്ക് ദർശനം കിട്ടിയോ? കിട്ടി. അയ്യോ ഭയങ്കര ബ്ലെസ്ഡ് ആണ് നീ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഈ സ്ഥലത്തെ അതിൻ്റെ പ്രശസ്തിയിലേക്ക് എത്തിച്ച ഒരുപാട് പേർക്ക് നന്ദിയുണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ഉണ്ട്. ഇക്കരെ കൊട്ടിയൂർ വർഷത്തിൽ 11 മാസം ഓപ്പണാണ്. പക്ഷെ ഒരു മാസം ഓപ്പൺ അല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അക്കരെ കൊട്ടിയൂർ ഉത്സവം, വൈശാഖ മഹോത്സവം നടക്കുന്ന സമയത്ത് ഇക്കരെ കൊട്ടിയൂരാവട്ടെ 4 കെട്ടും അമ്പലങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് എപ്പോൾ വേണേലും പോകാം ഈ ഒരു മാസം ഒഴിച്ചത്. എന്നാലോ അക്കരെ കൊട്ടിയൂരാണെങ്കിൽ ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ ഒന്നുമില്ല. വർഷത്തിൽ ഒരു 28 ദിവസം മാത്രം വൈശാഖ മഹോത്സവത്തിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് അടയ്ക്കുന്നു. അടയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒരു ടെമ്പററി സ്ട്രക്ചേഴ്സാണ്, ഓലമെഞ്ഞ് അതൊക്കെയാണ് കിടക്കുന്നത്. ശരിക്കും പറയാലോ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മാ കാമാഖ്യ ദേവി ടെമ്പിളോടൊക്കെ കണ്ട് മാതിരി അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന സംഭവമായത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. സൗത്തിൽ യാഗം നടക്കുന്നത് എവിടെയാണ്? യക്ഷയാഗം നടന്നത് ഇവിടേക്ക്, നമ്മുടെ കണ്ണൂർ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ. സതീദേവിയുടെ യോനി വന്ന് വീണത് എവിടെയാണ്? ആസാമിൽ, ഗുവാഹത്തിയിൽ, മാ കാമാഖ്യയിൽ. വല്ലാത്തൊരു നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലാത്തൊരു അത്ഭുതങ്ങൾ നിറഞ്ഞു വെച്ചതാണ്. സോ ഈ അമ്പലത്തിൻ്റെ കഥ, ഇക്കരെ കൊട്ടിയൂർ അല്ലെങ്കിൽ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഈ ദക്ഷയാഗം നടക്കുന്നു. ദക്ഷയാഗത്തിൽ ഇൻവൈറ്റ് നമ്മുടെ വിളിച്ചില്ലെങ്കിൽ പോലും ദക്ഷൻ്റെ മകളായ സതീദേവി, പരമേശ്വരൻ്റെ പത്നി, ഇവിടേക്ക് വരുന്നു. അവിടെ വച്ച് സ്വന്തം മകളെ, സ്വന്തം ഇഷ്ടം എന്താ പറയുക, തൻ്റെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി മഹാദേവനെ വിവാഹം കഴിച്ച മകളെ സതീദേവിയുടെ പതിയെ മഹാദേവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ദക്ഷൻ അപമാനിക്കുന്നു. അതിൽ മനം തൊന്ന് സ്വന്തം ആ ഭർത്താവിന്, സ്വന്തം പതിയുടെ അനുവാദമില്ലാതെ വാക്കുകൾ ധിക്കരിച്ചാണ് പുള്ളിക്കാരത്തി വരുന്നത്, സതീദേവി വരുന്നത്. സതീദേവിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം വേദനയാകുന്നു. സതീദേവി അവിടെ വെച്ച് സ്വയം മരണം ഏറ്റുവാങ്ങുന്നു. സതീദേവി എന്ന് പറയുന്നത് മഹാദേവന് എല്ലാമാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ റോൾ മോഡൽ മഹാദേവനാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ. ഒരു പരിധി വരെ മഹാദേവൻ എപ്പോഴും പൂർണ്ണനാകുന്നത് സതീദേവി അല്ലെങ്കിൽ പാർവതി ദേവിയുടെ പ്രസൻസിൽ മാത്രമാണ്. ഈ അർദ്ധനാരീശ്വരൻ മഹാദേവൻ്റെ തന്നെ അവതാരങ്ങളിൽ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അർദ്ധനാരീശ്വരനാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാരേജ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കല്യാണങ്ങളിൽ, വിവാഹങ്ങളിൽ ആ ഒരു സങ്കല്പത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കാര്യത്തിലേക്ക് വരാം. സതീദേവിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം വേദനയാകുന്നു. സതീദേവി അവിടെ വെച്ച് സ്വയം മരണം ഏറ്റുവാങ്ങുന്നു. അതിൽ നിന്ന് ദേഷ്യം, കോപം, വേദന വന്നിട്ട് മഹാദേവന്റെ തലമുടിയിൽ നിന്ന് വീരഭദ്രൻ വരുന്നു. വീരഭദ്രൻ വന്നിട്ട് ആ ഒരു ഹോമം നടക്കുന്ന സ്ഥലം ഫുള്ള് നശിപ്പിച്ചു കളഞ്ഞു. അത്രയ്ക്കധികം പവർഫുൾ ആയിട്ടൊരു ക്രിയേഷൻ ആയിരുന്നു അത്. ലാസ്റ്റ് മഹാദേവനെ തണുപ്പിക്കാനായിട്ട് ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ ചെന്ന് ശ്രമിച്ച് എന്താ പറയുക, മഹാദേവൻ ദക്ഷന് ഒരു ആടിൻ്റെ തല വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വിശ്വാസം, അങ്ങനെ പറഞ്ഞു കേട്ട കഥകൾ. സോ ഈ ദക്ഷയാഗം നടന്നതും ഈ കാര്യങ്ങളൊക്കെ നടന്നത് കൊട്ടിയൂർ എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു സ്വയംഭൂ ആയിട്ടുള്ളൊരു ശിവലിംഗമുണ്ട്. അതിനുമുള്ള സ്റ്റോറി എന്ന് വെച്ചാൽ പണ്ട് കുറിച്യർ, നമ്മുടെ വയനാടിൻ്റെ ചില ആൾക്കാർ പറയും ആദിവാസികളെന്നാണ്. പക്ഷേ ഈ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. ഈ ആദിവാസികൾ എന്താണ്? ആ മണ്ണിൻ്റെ, ആ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥർ അവരാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു കയറിയ ആൾക്കാരാണ്, വലിഞ്ഞു കയറി വന്നവരാണ്. സോ കുറിച്യർ അമ്പ ചെയ്യുന്ന സമയത്ത് എന്തോ ഇതിൽ കൊണ്ടിട്ട്, ഈ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗത്തിൽ കൊണ്ടിട്ട് ഈ ബ്ലഡ് വരികയും പിന്നീട് ഇളനീർ ധാരയുടെ പുറത്ത് അത് സ്വയം നിൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എപ്പോഴും ഒരു സ്വയംഭൂ ശിവലിംഗമുണ്ട്. വല്ലാത്തൊരു പവർഫുള്ളാണ്, ഒരു ശക്തിയും ഒരു പ്രസന്നതയും ഒക്കെ തരുന്നതാണ്. അപ്പോൾ ഇതാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അക്കരെ കൊട്ടിയൂരൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഇയർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൽ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ
മാക്സിമം നേരത്തെ നോക്കുക, ഒരു ഫുൾ ഡേ മാറ്റി വയ്ക്കുക, ക്യൂ നിൽക്കാൻ വേണ്ടി വില്ലിങ് ആകണം. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഇവിടെ വണ്ടി കൊണ്ട് നിർത്തി പാർക്കിങ്ങിലോട്ട് കയറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇഷാനി ഓൾറെഡി ഉറക്കമായി. മമ്മിയെ കൊണ്ടിട്ട് ഒരു വണ്ടി സൈഡിലേക്ക് പാർക്ക് ചെയ്ത് ഞാനും രാമും കൂടിയിട്ട് പതിയെ വന്നു. അറ്റ്ലീസ്റ്റ് ആ മണ്ണിലൊന്ന് കാല് ചവിട്ടുക എന്നത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശമുള്ളൂ. ഞങ്ങൾ ഏതാണ്ട് 1 കിലോമീറ്ററും പിന്നോട്ട് നടന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു. പലരും 6, 7, 8 മണിക്കൂർ വരെ ക്യൂ നിന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ റോഡിൽ ഞങ്ങൾ വന്ന സമയത്ത് റോഡ് അമ്മാതിരി ട്രാഫിക്കായിരുന്നു. ഓൾറെഡി നട അടച്ചു, 11 മണിയായപ്പം നട അടച്ചു. ശബരിമലയും മറ്റും പോലെ ഈ ദർശനത്തിൻ്റെ സമയം കൂട്ടാനോ കുറയ്ക്കാനോ അവിടെ പറ്റില്ല, നട അടച്ചു. അപ്പോൾ അവിടെ കണ്ട ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു 2 മണിക്ക് ക്യൂ നിൽക്കണമെന്നോ, എന്നാൽ പിറ്റേന്ന് രാവിലെ ദർശനം കിട്ടും. അപ്പോൾ ഞങ്ങൾ തിരികെ വന്നിട്ട് മമ്മിയോട് ചോദിച്ചു, മമ്മി എന്താ ചെയ്യേണ്ടത്? മമ്മിക്ക് താല്പര്യമില്ലാണ്, പുള്ളിക്കാരത്തേക്ക് വയ്യ, ഈ കുഞ്ഞിനെയും കൊണ്ട് അത്രയും തന്നെ ക്യൂ നിൽക്കാൻ പറ്റുമോ, ഉറക്കമില്ല. അപ്പോൾ നമ്മൾ മെൽബിൻ ബ്രോ വന്നിട്ട് നമുക്കൊരു റിസോർട്ട് അറേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ആവാനും മറ്റും വേണ്ടിയിട്ട്. അപ്പോൾ മമ്മി അത് വേണ്ട, നമുക്ക് നേരെ കണ്ണൂർക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരുതി കഴിഞ്ഞു, ആ ദർശനം കിട്ടാതെ പോയി മണ്ണിലെത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ആ മണ്ണിൽ ചവിട്ടാൻ പറ്റി, എന്നാൽ ഒരു നോട്ടം കൊണ്ട് പോലും കാണാൻ പറ്റില്ല എന്നുള്ള വളരെ വേദനയോടെ ഞങ്ങൾ തിരിച്ച് വണ്ടി എടുക്കുന്നത്. ഞാൻ അന്ന് രാത്രി ഹോട്ടലിൽ എത്തുമ്പോൾ ഏതാണ്ട് പുലർച്ചെ 4 മണിയായി. രാവിലെ 11 മണിക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. എത്തുന്നത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തത് 4 മണിയോളമായി. ഉള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് രാമുവിന്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ മമ്മി നേരെ കാസർഗോഡേക്ക് പോവുകയും ചെയ്തു ശനിയാഴ്ച. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൊട്ടിയൂരാകട്ടെ അല്ലെങ്കിൽ ഈ മഹാക്ഷേത്രങ്ങളുടെ ഹജ്ജ്, ഉംറ, അല്ലെങ്കിൽ നമ്മുടെ വേളാങ്കണ്ണിക്ക് പോവുക, അല്ലെങ്കിൽ വത്തിക്കാനിൽ പോയിട്ട് പോപ്പിനെ കാണാൻ, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പോകുക, അതൊക്കെ ഒരു നിയോഗമാണ്. നമുക്ക് എത്രയൊക്കെ കിടന്ന് കളിച്ചാൽ നമുക്ക് അതിൻ്റെ അനുവാദം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ ഒരു ശക്തിക്ക്, അവിടെയുള്ളൊരു പരാശക്തിക്ക്. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ സംസാരിക്കുക, രാമു ഒന്ന് പോയാലോ, ഒന്ന് ശ്രമിച്ചാലോ. രാമു ചേട്ടാ സ്ത്രീകൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ചേട്ടൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഞങ്ങൾ സൺഡേ രാവിലെ തന്നെ ഏർലി മോർണിംഗ് എണീറ്റ് ഞങ്ങൾ വണ്ടിയും കൊണ്ട് വിടുക. അപ്പോൾ കണ്ണു പിടിച്ച് ബാംഗ്ലൂർക്ക് വരുന്ന വഴിക്ക് കൊട്ടിയൂർ പിടിച്ചിട്ട് പോകാമെന്നാണ്. ഞങ്ങൾ അവിടെ വന്നു, വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ ആദ്യം ഇവിടെ വണ്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് ഒരു പാർക്കിംഗ് യാർഡിലൊക്കെ. ഇപ്പോഴും ഞാൻ പാർക്കിങ്ങിൽ സ്ട്രോങ് അല്ല. പാർക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ ദർശനത്തിന് ഇറങ്ങി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 2 വർഷം കൊണ്ട് തുടങ്ങുന്ന ഒരു ആഗ്രഹം, ഒരു ഉള്ളിലൊരു ചിന്തയാണ്, കൊട്ടിയൂർ മഹാദേവനെ കാണണം, ആ പുണ്യഭൂമിയിൽ കാല് വയ്ക്കുക, അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒന്ന് ദൂരയിൽ നിന്നെങ്കിലും ഒന്ന് കണ്ടു പോകുക, അനുഗ്രഹം മേടിച്ചിട്ട് പോകുക, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. ഞാൻ പോയി, വലിയ ക്യൂ ഇല്ലായിരുന്നു. ഒരുപാട് നല്ല ആൾക്കാരെ കണ്ടു. 10-20 വർഷങ്ങളായിട്ട് മുടങ്ങാതെ കൊട്ടിയൂർ വരുന്ന ആൾക്കാരെ കണ്ടു. അതിനിടയ്ക്ക് കർണാടകക്കാരെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ മലയാളികൾ പറയുന്നുണ്ട്. നമ്മളങ്ങനെ പറയാൻ പാടില്ല. നമ്മളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർ ഒരുപാട് പേര് അവരിലുണ്ട്. ശബരിമലയൊക്കെ പോകുന്ന സമയത്താവട്ടെ 41 ദിവസം വ്രതം നോറ്റ് ചപ്പല് പോലും ഇടാണ്ട് വരുന്ന ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ ഓഫീസിലുള്ള ആൾക്കാർ പലരും വ്രതം നോക്കുന്ന സമയത്ത് വാഴയില കൊണ്ട്, പ്രത്യേകിച്ച് ടിഫിൻ ബോക്സിൽ ചോറ് കൊണ്ട് ഒറ്റയ്ക്കിരുന്ന കഴിക്കുന്നത്, ആരോടെയും മിങ്കിളാകാണ്ട്, ചപ്പലിടാണ്ട്, അത്രയ്ക്കധികം വിശ്വാസത്തിലാണ് വരുന്നത്. ഈ ചില ആൾക്കാർ കൂക്കും ബഹളം ഉണ്ടാക്കും. നമ്മുടെ മലയാളികൾ എന്താ മോശമാണോ? നമ്മളും ക്യൂ തെറ്റിച്ചൊക്കെ പോകുന്നുണ്ട്, മലയാളികളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. എൻ്റെ ചെറിയൊരു റിക്വസ്റ്റാണിത്. ക്യൂവിൽ കയറി ആ ദർശനത്തിൽ എത്താറാവുന്ന സമയത്ത് നമ്മൾ തലച്ചോറി പോകുന്ന, എൻ്റെ തലച്ചോറി പോയി കഴിഞ്ഞാൽ ഭഗവാനെ, മഹാദേവ, മഹേശ്വര, കാത്തോളിനെ ഈ ഒരു പുണ്യഭൂമിയിൽ കാല് കുത്താൻ അവസരം തന്നതിന് നന്ദി. അത് മാത്രമേ എൻ്റെ തലച്ചോറി പോകുന്നുള്ളതാണുള്ളൂ. എന്തായാലും അവിടെ ക്യൂവിൽ നിന്നു, ദർശനം കിട്ടി, വലം വച്ചു. ഈ വലം വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ വളരെ റയറായിട്ടൊരു കാഴ്ചയുണ്ട്. അറ്റ്ലീസ്റ്റ് എന്നെ സംബന്ധിച്ച് വളരെ റയറായിരുന്നു. ഈ ആൾക്കാർ, ഇതൊരു നമ്മുടെ നദിയിലായിട്ടാണ് ഇരിക്കുന്നത്. ആ നദിയിൽ ഒരു തിട്ടയിൽ, ഒരു ഐലൻഡ് പോലെ സ്ഥലത്ത് തിട്ട പോലെ ക്രിയേറ്റ് നിൽക്കുന്നത്. ഇതിന് ചുറ്റും ആൾക്കാർ ശയന പ്രദക്ഷിണം നടത്തുന്നു, വെള്ളത്തിലൂടെ കണ്ണ് പൊത്തിയിട്ട്. എൻ്റെ അമ്മോ, ഒരു ആൾക്കാരുടെ വിശ്വാസം, ആ ഒരു പവർ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. തിരിച്ച് വന്ന് ഞാൻ ഫസ്റ്റ് രാമുവിന് മെസ്സേജ് ഇടണം. അയാളെ സമയത്ത് സ്ട്രീമിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് കയറാൻ പറ്റില്ല, സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. സൺഡേ ആയിരുന്നു ഇത്. ഇനി ഞാൻ നേരെ മമ്മി വിളിച്ചു. മമ്മി നൂഡിൽ, മമ്മി ഹാപ്പി ആയിരുന്നു. പക്ഷേ 3ാമത്തെ ആള് ഞങ്ങളുടെ വിദ്യാമ്മ. അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ സോഴ്സ് എന്ന് പറയുന്ന അമ്മയാണ്. കാരണം ഞാൻ ആ സ്ത്രീയിൽ എത്രയൊക്കെ പെയിൻ ഫേസ് ചെയ്താലും, എത്രയൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പൻ, എൻ്റെ സർവേശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ അമ്മയെ പറ്റി. അമ്മ അങ്ങ് ഭയങ്കര ഹാപ്പിയായിരുന്നു. അമ്മ പറയുന്നുണ്ടായിരുന്നു, മക്കളെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, നിങ്ങൾ അതുവരെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ദർശനം കിട്ടിയില്ലല്ലോ, നിനക്കെങ്കിലും കിട്ടിയല്ലോ. അമ്മ അങ്ങ് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് റിയലൈസ് ചെയ്തു. നമുക്ക് ഒരു സ്പിരിച്വൽ പവർ അല്ലെങ്കിൽ സ്പിരിച്വൽ സപ്പോർട്ട് എന്ന് ഭയങ്കര ഒരു നെസസിറ്റിയാണ് വിശ്വാസികൾക്ക്. ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ എൻ്റെ രാമുവിൻ്റെ സ്പിരിച്വൽ സപ്പോർട്ട്, സ്പിരിച്വൽ ബാക്ക് സപ്പോർട്ട് എന്ന് എപ്പോഴും വിദ്യാമ്മ തന്നെയാണ്. ഞാൻ പുള്ളിക്കാരത്തെ വിദ്യാമ്മ എന്ന് വിളിക്കുന്നെങ്കിൽ പോലും എനിക്ക് പുള്ളിയുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ. കാരണം ഞാനും രാമുവും തമ്മിൽ ഗുസ്തി പിടിക്കുന്ന പല സമയത്തും സ്വന്തം മകളെ സപ്പോർട്ട് ചെയ്യാണ്ട് ശരിയും തെറ്റുകളും ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ നല്ല രീതിയിൽ പറഞ്ഞു ഒരാളാണ് അമ്മ. ഇപ്പോഴും എനിക്ക് പുള്ളിയുടെ ഗുസ്തി വിട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും പലപ്പോഴും ഗുസ്തി പിടിക്കാൻ ഒക്കെ ഉണ്ട്, അതൊക്കെ വേറെ സ്റ്റോറി. പക്ഷേ സ്റ്റിൽ എനിക്ക് പുള്ളിയുടെ സ്നേഹമാണ്. അപ്പം ദർശനം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ തിരിച്ചു വരിക. ഞാൻ പലപ്പോഴും ഈ
അമ്പലത്തിൻ്റെ ഒരു ചുറ്റുള്ള വിഷ്വൽസ് ഒഴിവാക്കും, അകത്തേക്കൊക്കെ ഉള്ളത്. കാരണം അത് പലപ്പോഴും മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിതൊരു മൂവിയുടെ ക്ലൈമാക്സ് പറയുന്ന പോലെയാണ്. പെർമിഷൻ ഇല്ലെങ്കിൽ, പെർമിഷൻ ഉണ്ടെങ്കിൽ മേ ബി ട്രൈ ചെയ്യാം, അത് പ്രശ്നമില്ല. പക്ഷേ അവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല പലപ്പോഴും പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താ, ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ. ഞാനിതിനെ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ നമ്മുടെ ചില പാപങ്ങളൊക്കെ ചെറിയൊരു മഴയോടുകൂടി പോകുന്നതായിട്ടാണ്. വണ്ടി എടുത്ത് പോയ സമയത്ത് ഫസ്റ്റ് ഡേ സ്ക്രാച്ച് കിട്ടിയ മനുഷ്യനായിരുന്നു 10 കിലോമീറ്ററിനുള്ളിൽ. പക്ഷേ അതിനുശേഷം ഇതുവരയ്ക്കും എനിക്ക് ഒന്നുകൂടെ കിട്ടി. സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ വണ്ടിയുടെ റോഡിൽ വലിയൊരു കല്ലുണ്ടായിരുന്നു, അത് ബെൻഡ് വളഞ്ഞെടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ അല്ലാണ്ട് വേറെ ഒന്നും തമ്പുരാൻ തന്നില്ല. ടച്ച് വുഡ്, തമ്പുരാനും നന്ദി. എന്തായാലും നമ്മുടെ സർവ്വപാപങ്ങളും കഴുകിക്കളഞ്ഞ് ആ മഹാദേവ മഹേശ്വര ദർശനത്തിന് ശേഷം ആ പുണ്യഭൂമിയുടെ അനുഗ്രഹം മേടിച്ച് ഒരു വട്ടം വലം വച്ച് ഞങ്ങൾ വിട പറയുക. കുറേ നല്ല ഓർമ്മകളാണ്. അടുത്ത തവണയെങ്കിലും മമ്മിയെയും രാമുവിനെയും ഇഷാനിയൊക്കെ കൊണ്ട് ഒരു 2 ദിവസം ലീവ് എടുത്താലും വേണ്ടിയില്ല, ഇവിടെ വന്ന് തൊഴണം, പ്രാർത്ഥിക്കണം, ഈ അനുഗ്രഹം വാങ്ങണം എന്നൊരു ആഗ്രഹത്തോടു കൂടി. അടുത്ത തവണയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ക്യൂവും കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റുള്ള ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ ഉണ്ടാവാൻ തോന്നുന്നു. കാരണം അവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, പുതിയ വർഷം ഈ വരുന്ന വർഷത്തിൽ അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ക്രൗഡ് ചിന്തിക്കുന്നതിനും അപ്പുറം പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അടുത്ത വർഷമൊക്കെ വീക്കെൻഡ്സിലും വീക്ക് ഡേയ്സിലും ഒക്കെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥയെന്ന്. ഈ ദക്ഷിണ കാശിയിൽ വാരണാസിയിൽ പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് ദക്ഷിണ കാശിയിൽ വന്ന് മഹാദേവ ദർശനം പുണ്യം വാങ്ങി അനുഗ്രഹം മേടിച്ച് പോകാൻ പറ്റുന്നൊരു പുണ്യഭൂമിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദക്ഷയാഗം നടന്നൊരു മഹാസ്ഥലം, അവിടെ വരിക, തൊഴുക, അനുഗ്രഹം മേടിക്കുക, നല്ല മനസ്സോടെ തിരികെ വരിക എന്ന് പറയുന്നത് എന്നെയും രാമുവിനെയും സംബന്ധിച്ച് വലിയൊരു കാര്യം. ഞങ്ങളെക്കാൾ കൂടുതൽ അമ്മയ്ക്കായിരുന്നു എക്സൈറ്റഡ്, ഞാൻ പറഞ്ഞല്ലോ. സോ എന്ത് തന്നെയായാലും ഈ വീഡിയോ ഇത്രമാത്രം. നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ കുറേ മഹാക്ഷേത്രങ്ങളും പിന്നെ എന്താ കുറേ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസായിട്ട് കുറേ നല്ല വീഡിയോസ് വരുന്നുണ്ടാകും. അരുണാചൽ ഡയറീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്നും ഉണ്ടാകുക. നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സ്നേഹം മാത്രം. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന സർവേശ്വരൻ, അത് കർത്താവോ അള്ളാഹോ നബിയോ മഹാദേവനോ മഹാവിഷ്ണുവോ ആരോ ആകട്ടെ, ആ ഒരു ശക്തിയുടെ ചൈതന്യം ഉണ്ടാവട്ടെ. അതല്ല നിങ്ങൾ കോസ്മിക് ലോസിലാണ് വിശ്വസിക്കുന്നത്, ആ കോസ്മിക് ലോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ, സംരക്ഷിക്കട്ടെ. നന്ദി, ബൈ.